മർക്കോസിന്റെ സുവിശേഷം അധ്യായം 8 തിരുവചനങ്ങൾ 34 മുതൽ. മർക്കോസ് 8:34 മുതൽ. പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപമുള്ളതായ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. പിന്നെ അവനവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ശരീരപ്രകാരം മരിക്കുന്നതിന് മുമ്പ് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണാനുള്ള ഭാഗ്യമുള്ളവരാണ് നമ്മൾ. അത് ഈ ആരാധന സ്ഥലത്ത് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുകയാണ്. ഈ ആരാധന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അപ്പോൾ വീഞ്ഞുകൾ കർത്താവിന്റെ ശരീരങ്ങളായി മാറുന്നു. സ്വർഗം ഭൂമിയിലേക്ക് വരുന്നു. സ്വർഗം തുറക്കുന്നു. അങ്ങനെ ദൈവരാജ്യ ശക്തിയോടെ വരുന്ന കാണാനുള്ള ഭാഗ്യം നമുക്ക് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്ന കർത്താവിന് നന്ദി പറയാം. നമ്മുടെ മഹത്വവും ശക്തിയും സ്വർഗത്തിലെത്തിയ അനുഗ്രഹവും സമാധാന ശക്തിയുമായി മടങ്ങി വരുവാൻ ക്രൂശിന്റെ പാതയിൽ തന്നെ നമുക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് സ്വയപരിശോധന ചെയ്യാം. സ്വയത്തെയും ജഡത്തെയും രാഗമോഹങ്ങളോടെ ക്രൂശിച്ചാൽ നമ്മുടെ പ്രാണൻ പാതാളത്തിൽ പോകാതെ സ്വർഗത്തിലെത്തിയിട്ട് അത് മഹത്വവും സമാധാന അനുഗ്രഹ ശക്തിയായി മടങ്ങി വരുമെന്നുള്ള പ്രത്യാശയിൽ കുരിശിന്റെ പാതയിൽ നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കർത്താവിന്റെ മഹത്വം കാണുവാൻ ഈ ആരാധന സ്ഥലം തുറക്കപ്പെട്ടിരിക്കുന്നു. പാപമോചന പ്രാർത്ഥന ഒരിക്കലും നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ.